Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം അമേരിക്കൻ മാർക്കറ്റിലോട്ട് പോകാം. എന്തായാലും യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു 0.5% മുകളിലേക്കൊക്കെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് 0.51% ഒരു നേട്ടം രേഖപ്പെടുത്തി. S&P 500ലും 0.5% ഒരു നേട്ടമായിരുന്നു. നാസ്ഡാക്ക് 0.8% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഇതിനകത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ യു എസിൽ ആ തുടക്ക സമയത്തിലേക്കാളും വലിയ രീതിയിലൊരു മുന്നേറ്റം ക്ലോസിംഗ് ടൈമിലൊക്കെ മാർക്കറ്റിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. മാത്രമല്ല ടെക് ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റവും കണ്ടിരുന്നു. യു എസ് മാർക്കറ്റിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇന്നലെ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിരിക്കുന്നത്. സോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 42,400 to 42,800 ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ ലോങ് പൊസിഷൻസ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാന സ്റ്റോക്സ് ആയിട്ടുള്ള സിറ്റി ബാങ്ക്, അതുപോലെ തന്നെ JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്നലെ സിറ്റി ബാങ്കിന് $77 തൊട്ട് താഴെയായിരുന്നു ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ദാറ്റ്സ് എ മേജർ റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് JP മോർഗൻ നോക്കുമ്പോഴേക്കും JP മോർഗൻ്റെ കേസിലും $270 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അതിനേക്കാൾ മികച്ചൊരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 21,600 പോയിന്റിന് മുകളിലായിരുന്നു ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. സോ അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ലോങ് പൊസിഷൻസ് തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് ബ്രെൻഡിലും അതുപോലെ WTI ക്രൂഡിലേക്ക് ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ 2 ദിവസത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ക്രൂഡിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് ഒരു ഫ്ലാറ്റ് ഇടിവ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസൾട്ടേഷൻ കണ്ടുവന്നത്. ബട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ട്രേഡിങ്ങിന് ശേഷം നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇറ്റ് ഷുഡ് ബി $64. $64 റെസിസ്റ്റൻസിന് മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചുരുങ്ങിയ $3 നേട്ടം പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി ഗോൾഡിലോട്ട് പോകാം. ഗോൾഡ് നോക്കുമ്പോൾ ഇന്ന് ഒരു 0.3% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 3,366 എന്നൊരു നിലയിലാണ് നിലവിൽ ഒരു ട്രേഡിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇനി? സ്വർണത്തിന്റെ കേസിൽ വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $3,419. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു $25 മുതൽ $30 നേട്ടം പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു മാർക്കറ്റായിരുന്നു. ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് തുടക്കം മുതൽ തന്നെ മാർക്കറ്റിൽ ഒരു ഇടിവായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. 24,542 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എടുത്തിരുന്നത്. ഇനി താങ്കൾ കാണുന്ന നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? നിഫ്റ്റി 50 ഇന്നലെ ഒരു ഡിസപ്പോയിന്റിങ് സെഷൻ ആയിരുന്നു. കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇന്നലെ ഒരു ബുള്ളിഷ് ക്ലോസ് നമുക്ക് നിഫ്റ്റിയിൽ 50 നിന്ന് ലഭിക്കുമെന്നായിരുന്നു. ബട്ട് ഇന്നലത്തെ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ദർസ് എ പോസിബിലിറ്റി ദാറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ 24,450 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ ഒരു നെഗറ്റീവ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ 24,850 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. സാർ, ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും സമാനമായ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഉണ്ടായത്. ഏകദേശം 0.5% ഒരു ഇടിവിൽ 55,599 എന്നൊരു നിലയിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഇന്നലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിച്ചത്. ആൻഡ് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ടോപ്പ് ഏപ്രിൽ 23 ആയിരുന്നു.
സോ അതേ ലെവലിലോട്ടായിരുന്നു ഇന്നലെ നിഫ്റ്റി ബാങ്ക് എത്തിയത്. ആ ഒരു ലെവലിലായിരുന്നു നമുക്ക് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ഐ എക്സ്പെക്ട് റിക്കവറി ഇൻ ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. ഇനി നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകാം. ആദ്യമായിട്ടൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് വാരി റിന്യൂവൽ ടെക്നോളജീസ് ആണ്. നമ്മൾ സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ 0.5% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 1031 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ഒരു ഏപ്രിലായിരുന്നു രേഖപ്പെടുത്തിയത്, അതായത് 2024 ഏപ്രിൽ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായി ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസായിട്ടുള്ളത് പുതിയൊരു ഓർഡർ ഏകദേശം 346 കോടി രൂപ വാല്യൂ വരുന്ന ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസുമുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? വാരി റിന്യൂവൽ ടെക്നോളജീസ്. സോ വാരി റിന്യൂവൽ ടെക്നോളജീസിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ദിസ് ഇസ് ലിസ്റ്റഡ് ഓൺലി ഇൻ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് നേരിയ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് എത്രയോ ലഭിക്കണമെങ്കിൽ 1082 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 1160, അതിനുശേഷം 1240. സോ ദീസ് ആർ ദ റെസിസ്റ്റൻസ് ലെവൽസ് വിച്ച് വി ഷുഡ് വാച്ച്. ഇനി ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് നമ്മുടെ ഫോക്കസിലുള്ളത്. ബജാജ് ഓട്ടോയാണ്. ഇന്നലെ 0.5% ഒരു നേട്ടത്തിൽ 8563 എന്നൊരു നിലയിലായിരുന്നു സ്റ്റോക്ക് ക്ലോസിംഗ് എടുത്തത്. ഏതായാലും കഴിഞ്ഞ 2 മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും മൊത്ത വിൽപ്പന നോക്കുമ്പോൾ ഏകദേശം 8% ഒരു ഉയർച്ച കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 2 വീലർ കയറ്റുമതിയിലൊക്കെ ഏകദേശം 20% ഒരു ഉയർച്ച ഇപ്പോൾ രേഖപ്പെടുത്താൻ കമ്പനിയുടെ ഓട്ടോ സെയിൽസിൽ സാധിച്ചിട്ടുമുണ്ട്. ബജാജ് ഓട്ടോയിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ബജാജ് ഓട്ടോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ ലോ റിസ്കിൽ നമുക്കൊരു ബുള്ളിഷ് അസറ്റ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 8625 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 930, അതിനുശേഷം 980, അതിനുശേഷം 9300. സാർ, ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് റെയിൽവേ പ്രധാനമായ ഒരു കസ്റ്റമറായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ഫ്രണ്ടയർ സ്പ്രിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്നലെ നോക്കുമ്പോൾ ഒരു 9% ഒരു മികച്ച മുന്നേറ്റമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു നേട്ടത്തിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഏകദേശം 72% ഒരു കുതിപ്പ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 92 കോടി രൂപയുടെയൊക്കെ ഒരു പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? ഫ്രോണ്ടിയർ സ്പ്രിങ്സ് വീണ്ടും ഇറ്റ് ഇസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ BSE. ആൻഡ് ഇതിന് ഞാനൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ അല്പം ഓവർ ഹീറ്റഡ് റീഡിംഗ് ആയി ഇപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ കാണുന്നത് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ പ്രോഫിറ്റ് ടേക്കിംഗ് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ബുദ്ധിമുട്ടായിരിക്കും. സോ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സാർ, ഇനി ടെലികോം സെക്ടറിൽ നിന്നുള്ള ഭാരതി എയർടെലിനെ പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ നോക്കുമ്പോൾ 0.69% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ നമുക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 1841 ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു മാസം നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ പുതിയ ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ളൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വോഡാഫോണിനെ സംബന്ധിച്ചുള്ള ആ ഒരു വാർത്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ വാർത്തയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ എയർടെലിൽ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇനി എയർടെലിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെയ് 7-ാം തീയതി ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1820 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം.
പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി നമുക്ക് അറിയേണ്ടത് EKI എനർജി സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയെ പറ്റിയാണ്. നിലവിൽ 4.98% ഒരു നേട്ടമായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 140 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ടും കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? EKI Energy Services വീണ്ടും ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇതൊരു സ്മോൾ ക്യാപ് പെനി സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ പഠിക്കുമ്പോഴേക്കും എനിക്ക് ഫീലിംഗ് കിട്ടുന്നത് ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് അറിയേണ്ടത് കെയ്നസ് ടെക്നോളജീസ് ഇന്ത്യയെ പറ്റിയാണ്. കെയ്നസ് നോക്കുമ്പോൾ ഇന്നലെ 0.5% ഒരു ഇടിവിൽ 5788 എന്നൊരു പ്രൈസിലാണ് ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജനുവരി 2025 അതിനുശേഷം ഒരു കറക്ഷനൊക്കെ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് മാർച്ചിലും അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തുകൊണ്ട് ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കെയ്നസിൽ താങ്കൾ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? കെയ്നസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5580 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സാർ, ഇന്നലെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൽ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ഇടിവിൽ പോലും ഇന്നലെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൽ ഒരു നേട്ടം രേഖപ്പെടുത്തി ട്രേഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഫെഡറൽ ബാങ്ക്. ഇന്നലെ 2.45% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 211 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ മാർച്ച് മുതൽ ഈ ഒരു മാസം വരെ ഇപ്പോൾ ഒരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്ലി നോക്കുമ്പോൾ. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഫെഡറൽ ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഐ എക്സ്പെക്ട് എ ന്യൂ ഓൾ ടൈം ഹൈ ഇൻ ദിസ് സ്റ്റോക്ക്. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BBTC ആണ്. BBTC നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 0.79% ഒരു ഇടിവിലാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. 2013 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഒക്ടോബർ 2024 അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു കറക്ഷൻ ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ മാർച്ചിന് ശേഷം സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് മന്ത്ലി ട്രേഡിങ്ങിൽ ഒരു ക്ലോസിംഗ് എടുക്കുന്നുണ്ട്. BBTCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? BBTCയുടെ കേസിലും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2100 രൂപയിലാണ്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ബജാജ് ഫിനാൻസ് ലിമിറ്റഡിനെ പറ്റിയാണ് അറിയേണ്ടത്. നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം 1.5% ഒരു ഇടിവായിരുന്നു. നിലവിൽ 8979 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബജാജ് ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് വെരി ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും അല്പം വീക്ക്നെസ് സെറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 8950 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ഓഹരിയെ പറ്റി കൂടി അറിയേണ്ടതുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ പറ്റി കൂടിയാണ് അറിയേണ്ടത്. ഏതായാലും ഈ ഒരു സ്റ്റോക്ക് സെപ്റ്റംബർ 2024 ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. എന്നാൽ നമ്മളൊരു മാർച്ച് തൊട്ട് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിലാണ് ട്രേഡിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നാൽ ഒരു 1% മുകളിലേക്ക് ഒരു ഇടിവുമായിരുന്നു കാണാൻ സാധിച്ചത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 120 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഈ ഒരു നെഗറ്റീവ് ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ സ്റ്റോക്ക് 126 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഇനി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിനെ പറ്റിയാണ് അറിയേണ്ടത്. ആസ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 552 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ആസ്റ്റർ ഡി എമ്മിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Aster is a small cap stock, but ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് നല്ലൊരു ബൈയിങ് അവസരവും ഈ സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 565 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 600 രൂപയിലാണ് കാണുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഹാവൽസിനെ പറ്റിയാണ്. ഹാവൽസ് 0.8% ഒരു ഇടിവിലായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നടത്തിയത്. 1502 എന്നൊരു നിലയിലുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഒക്ടോബറിലായിരുന്നു. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 27%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഹാവൽസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഹാവൽസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് വേദാന്ത് ഫാഷൻ ലിമിറ്റഡാണ്. അതായത് മാന്യവറാണ്. മാന്യവർ നോക്കുമ്പോൾ ഇന്നലെ 1.5% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഡിസംബറിന് ശേഷമൊക്കെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോഴൊരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സോ മാന്യവറിന്റെ കേസിൽ ഇത് BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. സോ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് 740 രൂപയുടെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അതിനുശേഷം മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാറിന് നമുക്ക് അറിയേണ്ടത് NBCCയെ പറ്റിയാണ്. NBCC നോക്കുമ്പോൾ 1% ഒരു ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. നിലവിൽ 123 എന്നൊരു നിലയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായി ഒരു മികച്ച റിട്ടേൺ ഇപ്പോൾ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 70%-ൻ്റെയൊക്കെ ഒരു റിട്ടേൺ ആണ് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 3 മാസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതോ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു സാധ്യതയുണ്ടോ? NBCCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 120-ലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാർ നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ടത് ഹഡ്കോയെ പറ്റിയാണ്. ഹഡ്കോയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ഡേറ്റ ഇപ്പോൾ ലഭ്യമല്ല. സാറിന് ആ ഒരു ഡേറ്റ ലഭ്യമാണെങ്കിൽ ഹഡ്കോയുടെ ഒരു വ്യൂ ഒന്ന് പറയാമോ? ഹഡ്കോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 260-263 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ട്രേഡിൽ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 238 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ ഇനി നമുക്ക് അറിയേണ്ടത് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഈ ഒരു ബാങ്കിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു അപ്വേഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയൊക്കെ. ഏതായാലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു അപ്വേഡ് മൂവ്മെൻറ്റൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ഒരു 4 മാസങ്ങളിലായി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 2% ഒരു ഇടിവ് ഇന്നലെ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഒരു മുന്നോട്ട് തന്നെയുള്ള ഒരു സാധ്യതയാണോ സാറിൻ്റെ ഒരു വിലയിരുത്തൽ? സോ ആദ്യം തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ. വേദാന്ത അതായത് മാന്യവർ ബോത്ത് NSE ആൻഡ് BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സൈഡ് വേസ് പാറ്റേൺ. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 46 രൂപയ്ക്ക് അടുത്ത് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 42 രൂപ 50 പൈസയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
46-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാർ ഇനി അറിയേണ്ടത് സെർവോടെക് റിന്യൂവബിൾ പവർ സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ സെർവോടെക്കിൻ്റെ ഇന്നലത്തെ ഒരു ട്രേഡ് നോക്കുമ്പോൾ ഏകദേശം 19% ഒരു മികച്ച മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 147 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെർവോടെക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലത്തെ ആ ഒരു വളരെ സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 152 രൂപയില. 152-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ ഇനി സരസ്വതി സാരി ഡിപ്പോട്ടിനെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ലിസ്റ്റിംഗ് നടന്നിരുന്നത് ഓഗസ്റ്റ് 2024 ഏതായാലും അതിനുശേഷം ഒരു നിരാശ തന്നെയായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഏതായാലും ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു ഏപ്രിൽ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ബോട്ടം എടുത്ത പോലെയുള്ള ഒരു സാധ്യത പോലെ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. 98 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ, ഒരു അപ്വേർഡ് മൂവ്മെന്റ് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? സരസ്വതി സാരി ഡിപ്പോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ 106 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 93-ലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ ഇനി നമുക്ക് റിയൽറ്റി സെക്ടറിലെ ശോഭയെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് റിയൽറ്റി സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്നലത്തെ ട്രേഡിങ്ങിൽ 5% ഒരു നേട്ടം രേഖപ്പെടുത്തി റിയൽറ്റി സെക്ടറിലെ തന്നെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് സ്റ്റോക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായിട്ട് സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു നിലയിലുമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശോഭയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ശോഭയുടെ കേസിൽ ഇന്നലത്തെ സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1720-ലും അതിനുശേഷം 1800 രൂപയിലോ കാണുന്നത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും ഐഫിൻ്റെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിന്. ഏതായാലും ഇപ്പോൾ മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായിട്ട് ഇപ്പോൾ അനില ഒരു ബ്രേക്കിന് ശേഷം ജോയിൻ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.